ശുദ്ധിയില്ലാത്ത ഒരു സാധനവും നാം ഉപയോഗിക്കാൻ പാടില്ല. ഇത് ബാഹ്യമായ ശുദ്ധീകരണം, ഇത് വേണ്ടതാണ്. പക്ഷേ ഹൃദയത്തിന്റെ ശുദ്ധി, അതാണ് മുഖ്യ വിഷയം. ഹൃദയത്തിന്റെ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഹൃദയശുദ്ധി നമുക്ക് വരാൻ അതിന്റെ മാർഗമായി എന്താണ് നാം അവലംബിക്കേണ്ടത്? ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ശുദ്ധി ഉണ്ടാകുന്നത്? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കും. എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കുന്നു. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, മനുഷ്യവർഗത്തിൽപ്പെട്ട മനുഷ്യവിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ മഹോന്നതനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല മനുഷ്യരിൽ നിന്ന് അയച്ചു കൊടുത്തപ്പോൾ അല്ലാഹു അർപ്പിച്ച അനുഗ്രഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നബി തങ്ങളുടെ പ്രവർത്തനം അല്ലാഹു പഠിപ്പിക്കുന്നത് യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ഖുർആൻ ഓതുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ഖുർആൻ ഓതുന്നതിന് ധാരാളം നിയമങ്ങളുണ്ട്. ഖുർആനിന്റെ ഒരക്ഷരം അതിന്റെ മഖ്റജിൽ നിന്നല്ലാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് ഖുർആൻ അല്ലാതെയാകും. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ മദ്രസയിലാക്കണം, ദീനി ഉലൂം പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം എന്നൊക്കെ നാം പറയുന്നത് വെറുതെയല്ല. ഗൾഫ് നാട്ടിലേക്ക് വന്ന് പണക്കാരനായി അവസാനം കുട്ടികളെ ദീൻ പഠിപ്പിക്കാൻ സമയമില്ലാതെ വരികയും ഫാത്തിഹ പോലും പഠിക്കാൻ സന്ദർഭമില്ലാതെ കുട്ടികൾ വെറും ഭൗതികത്തിൽ മുഴുകിപ്പോവുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദുരവസ്ഥയാണ് ഇന്ന് പലരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ഹർഫ് അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ ഫാത്തിഹ സഹീഹാവുന്നില്ല. ഫാത്തിഹ ഓതാതിരുന്നാൽ നിസ്കാരം സാധുവല്ല. അങ്ങനെ നിസ്കാരവും ജുമഅയും എല്ലാ നിസ്കാരവും ബാത്തിലായി നഷ്ടപ്പെട്ടു പോകുന്നത് ഫാത്തിഹ സൂറത്ത് ഉച്ചരിക്കുമ്പോൾ ഒരു ഹർഫെങ്കിലും അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാതെ, ഉദാഹരണത്തിന് ഏറ്റവും കടുപ്പമുള്ള അക്ഷരമാണല്ലോ വാദ്, മഖാരിജുൽ ഹുറൂഫി 17 അലല്ലദീ യഖ്താറുഹു മാ യഖ്തബർ ഫആലിഫുൽ ജൗഫു വഅഖ്താഹാ വഹി ഹുറൂഫു മദ്ദിൻ ലിൽഹവാഇ തൻതഹി. ഇങ്ങനെ ഹർഫുകളുടെ മഖ്റജുകൾ വിവരിക്കുന്നു. ആ കൂട്ടത്തിൽ കാണാം ലദറാസ മിൻ ഐസറ ഔ ലിന്നാഹ വലാ മുഅദ്നാഹ ലിമുൻതഹാഹ എന്ന് പറയുന്ന വാദിന്റെ മഖ്റജ് മഹാന്മാര് വിവരിച്ചിട്ടുണ്ട്. അന അസ്ഹു മൻ നതഖ ബിദ്ദാദ് ബൈദ അന്നി മിൻ ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകത്ത് വെച്ച് ഏറ്റവും അധികം ഭാഷ ശരിയായ നിലക്ക് അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ കഴിയുന്നവർ ഖുറൈശികളാണ്.